അപ്പോൾ രായ്ക്ക് രാമാനം KSIDCയിൽ അവിടെ പരിശോധന നടത്തുന്നത് തടയുവാൻ ഒരു റിട്ട് ഹർജി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ഇവർ ഭയക്കുന്നു ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ സെർച്ച് നടന്നാൽ എന്നുള്ളത് വ്യക്തമായിട്ട് വെളിവാക്കുന്നതാണ്. ഇതിൽ എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റിട്ട് ഹർജിയുടെ ഭാഗമായി അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഷോൺ ജോർജിന്റെ കംപ്ലൈന്റ് വെച്ചിട്ടില്ല. ഒരു സർക്കാർ സ്ഥാപനത്തിന് എന്തുകൊണ്ടാണ് സമാനമായിട്ട് മറ്റൊരു അന്വേഷണ ഏജൻസി, സർക്കാർ ഏജൻസിയുടെ അന്വേഷണത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നത്? വീണ വിജയനെ ചോദ്യം ചെയ്യുക, എക്സാലോജിക്കിൽ ഇതുപോലെ ഒരു അന്വേഷണം നടത്തുവാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു നടപടി. പിന്നെ അവിടെ ED സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. 447 പ്രകാരം ഒഫൻസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മണി ട്രെയിൽ പരിശോധിക്കപ്പെടും. കഴിഞ്ഞ ഇത്രയും നാളുകളായി എന്തൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വഴിവിട്ട് CMRLന് കൊടുത്തിരിക്കുന്ന ഫേവേഴ്സ് എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കപ്പെടും.